ഹായ്, എൻ്റെ പേര് വിസ്മയ. ഞങ്ങൾ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കിയിൽ നിന്ന് വരുന്നു. നമ്മൾ സസ്പീഷ്യസ് ആക്ടിവിറ്റി ഡിറ്റക്ഷൻ ഇൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ പ്രോജക്റ്റിന് വേണ്ടി വന്നതാണ്. ദിസ് ഇസ് മൈ ടീംമേറ്റ് അഞ്ജന, വിശ്വജിത്ത് ആൻഡ് നന്ദന. ഇപ്പോൾ പ്രൊജക്റ്റിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്പീഷ്യസ് ആക്ടിവിറ്റി ഡിറ്റക്ഷൻ ഫോറസ്റ്റ് ഏരിയ എന്നാണ്. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഏരിയനകത്തുള്ള സസ്പീഷ്യസ് ആയിട്ടുള്ള ഇൻ്റർവെൻഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഓഫീസേഴ്സ് അല്ലാതെ അവിടെ വേറെ ആരൊക്കെ എൻ്റർ ചെയ്യുന്നുണ്ട്, അതേപോലെ ഓഫീസേഴ്സിൻ്റെ വെഹിക്കിൾസ് അല്ലാതെ വേറെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള വെഹിക്കിൾസ് അവിടെ എൻ്റർ ചെയ്യുന്നുണ്ടോ, ഹണ്ടേഴ്സ് എൻ്റർ ചെയ്യുന്നുണ്ടോ, അങ്ങനെ ഫോറസ്റ്റ് ഏരിയയിലുള്ള മറ്റ് എൻട്രികളെയൊക്കെ കണ്ടുപിടിക്കാനും അതിനെ തടയാനും അലേർട്ട് കൊടുക്കാനും വേണ്ടിയിട്ടുള്ളൊരു പ്രൊജക്റ്റായിട്ടാണ് നമ്മളിത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് കുറേ നമുക്ക് ഞാൻ പറയാം ഹാർഡ്വെയർ പരമായിട്ട് സോഫ്റ്റ്വെയർ ആയിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ മെഷീൻ ലേണിംഗ് ആണ് യൂസ് ചെയ്യുന്നത്, അതായത് പ്ലാറ്റ്ഫോമായിട്ട് യൂസ് ചെയ്യുന്നത് മെഷീൻ ലേണിംഗ്, ഇമേജ് പ്രോസസ്സിംഗ് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എക്സാമ്പിൾസ് കൊടുത്ത് മെഷീനെ ട്രെയിൻ ചെയ്യിക്കുക, അതായത് ഇന്നൊരു സാധനം അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മുഖം പല ആംഗിളിൽ നിന്നുള്ള വ്യക്തിയുടെ ഫോട്ടോ പല ആംഗിളിൽ നിന്നുള്ള ഫോട്ടോ കാണിച്ചിട്ട് ആ വ്യക്തിയെ ഇപ്പോൾ ഏതൊരു പർട്ടിക്കുലർ ആംഗിളിൽ നിന്ന് കണ്ടാലും ഇന്ന ആളാണെന്ന് തിരിച്ചറിയാൻ പറ്റണം. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഈ സാധനത്തിനെ ഫുള്ള് ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ജസ്റ്റ് വ്യക്തികൾ മാത്രമല്ല, ടെക്സ്റ്റുകൾ, അതുപോലെ തന്നെ മറ്റ് വണ്ടികൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേ ഇൻഫർമേഷൻ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് കിട്ടാൻ പറ്റും. ഒരു 6 ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിനകത്ത് ഹാർഡ്വെയർ, ഫേസ് ട്രെയിനിങ്, ടെക്സ്റ്റ്, പോസ്, ടെൻസർ ഫ്ലോ. അപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഓപ്ഷൻസ് പറയുന്നത് ഫേസ് ട്രെയിന്, ഹാർഡ്വെയർ, പോസ്, ടെക്സ്റ്റ്. അതായത് നമുക്കിപ്പോൾ ഈ പ്രോജക്റ്റിൻ്റെ ബേസിക്കായിട്ടുള്ള നെസസിറ്റി എന്ന് പറയുന്നത് ഈ ഇത്തരം കാര്യങ്ങളാണ്. അതായത് എന്തെങ്കിലും ഇപ്പോൾ വണ്ടികൾ, വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നമ്പർ പ്ലേറ്റ് റീഡ് ചെയ്യുക, ഒരാളെ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മുഖം റീഡ് ചെയ്യുക, പോസ് റീഡ് ചെയ്യുക, ഇതൊക്കെ നമുക്ക് ഈ 4 ഓപ്ഷൻ നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഫേസ് ട്രെയിനിങ് ഇപ്പോൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഫേസ് ട്രെയിനിങ് ഇപ്പം എൻ്റെയും എൻ്റെ ഒരു ടീംമേറ്റിൻ്റെ ഫോട്ടോ ഇപ്പോൾ ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഈ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാമറയായിട്ട് കണക്റ്റാണ്. അപ്പോൾ എൻ്റെ ഫോണിൻ്റെ ഹോട്ട്സ്പോട്ട് അതിൽ IP അഡ്രസ്സോട് കണക്റ്റാണ്. അപ്പോൾ അത് അറ്റ് എ ടൈം ഒരു IP അഡ്രസ്സോട് കണക്ട് ചെയ്തിട്ട് സാധനം വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് സെക്യൂർഡ് ആയിരിക്കും. നമുക്ക് മൾട്ടിപ്പിൾ ഇപ്പോൾ ഒരു ലാർജ് സ്കെയിൽ ചെയ്യുന്നതിനെക്കാളും കുറച്ചുകൂടെ ബെറ്റർ അല്ലെങ്കിൽ കുറച്ചുകൂടെ സെക്യൂരിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ബേസിക്കായിട്ട് ഡെമോൺസ്ട്രേഷൻ കാണിച്ചു. അപ്പോൾ ഹാർഡ്വെയറിനകത്ത് ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഫേസ് നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ന ഫേസ് കണ്ട് ഇന്ന ആളാണെന്ന് പറയിക്കണം. അപ്പം എൻ്റെ പേര് ഞാൻ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട് നെയിം. അപ്പോൾ സിസ്റ്റം കണ്ട് റെക്കഗ്നൈസ് ചെയ്ത് കഴിയുമ്പോൾ ഫേസ് ബേസിക്കായിട്ടുള്ള മാപ്പിംഗ് വെച്ച് ചെക്ക് ചെയ്യും, ക്രോസ് ചെക്ക് ചെയ്യും. ഈ ക്യാമറ നമ്മുടെ ഫേസ് നേരെ പിടിക്കുക. Person detected. Identifying person. Vishwa. ഇൻപുട്ട് ഫോട്ടോ തന്നെയാണ് ക്രോസ് ചെക്ക് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ എത്ര ഇൻപുട്ട് കൊടുക്കുന്നു ആ ഇൻപുട്ടുകൾ ക്രോസ് ചെക്ക് ചെയ്യും. ഇതിപ്പോൾ ഒരു സിംഗിൾ ഫോട്ടോ വെച്ചാണ് ക്രോസ് ചെക്ക് ചെയ്ത് തരുന്നത്. നമുക്ക് ഇതിന് മൾട്ടിപ്പിൾ ഇൻപുട്ട് കൊടുക്കാം. അതായത് ഒരേ വ്യക്തിയുടെ തന്നെ പല ആംഗിളുള്ള ഫോട്ടോസ് കൊടുത്തു കഴിഞ്ഞാൽ ആക്യുറസി കൂടും. നമ്മൾ എത്രത്തോളം ഇൻപുട്ട് കൊടുക്കുന്നു അത്ര ആക്യുറസി നമുക്ക് കൂട്ടാൻ പറ്റില്ല. ബേസിക്കായിട്ടുള്ള മെഷീൻ ലേണിങ്ങിൻ്റെ ഒരു സംഭവമാണ്. നമ്മുടെ ക്യാമറ മോഡിലാണ് ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തിപ്പം ESP32 എന്ന് പറഞ്ഞൊരു ഡെവലപ്മെൻറ്റ് ബോർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാമറ 0.2 MP ഒരു ക്യാമറ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചാർജ് ചെയ്യാനൊക്കെ കൊണ്ട് USB-യുടെ ഒരു കണക്ഷൻ, മൈക്രോ USB-യുടെ കണക്ഷൻ പോർട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മാറ്റങ്ങൾ ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കേബിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിനുള്ളൊരു പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാറ്ററി ഉണ്ട്, ഇതിനെല്ലാം ബാക്കപ്പ് ചെയ്യാനൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഫോറസ്റ്റ്. അവിടെ കുറേ കുറ്റകൃത്യങ്ങളും ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് അത് തടയാനുള്ള ഒരു മാർഗ്ഗമാണ്. പിന്നെ ഇനി ഫ്യൂച്ചറായിട്ട് വരുമ്പോൾ കൂടുതൽ ക്ലാസ്സസും പിന്നെ കൂടുതൽ ഒബ്ജക്റ്റുകളിലൊക്കെ കൂടുതലായിട്ടുള്ള ആക്യുറസി നമുക്ക് കൂട്ടാൻ പറ്റും. കൊടുത്ത് ട്രെയിൻ ചെയ്യിപ്പിച്ച് നമുക്ക് ഈ പ്രൊജക്റ്റിനെ ഒരു വലിയ പ്രൊജക്റ്റായിട്ട് തന്നെ മാറ്റാൻ കഴിയും.